നമസ്കാരം, ഞാൻ നിങ്ങളുടെ രതീഷ് കോച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ആക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ത്രോയിങ് ആക്ഷനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായി ഓവർഹെഡ് ത്രോ. ഈ ഓവർഹെഡ് ത്രോ ഡെവലപ്പ് ചെയ്യാനുള്ള ഡ്രിൽസും അവിടെ കളിക്കുന്ന സ്ട്രോക്സുകളുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓവർഹെഡ് ത്രോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഷട്ടിൽ എടുക്കുക. ഷട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോളൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഷട്ടിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 10 ഷട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഷട്ടിലിൻ്റെ അവൈലബിലിറ്റിയും നമ്മുടെ ട്രെയിനിയുടെ സ്ട്രെങ്തും ഒക്കെ അനുസരിച്ച് നമുക്ക് എണ്ണം എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരെണ്ണം ഒരു 15ൻ്റെ ഒരു 3 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായി ഷട്ടിൽ നിലത്ത് ഫ്ലോറിൽ വെക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഷട്ടിൽ പിക്ക് ചെയ്യുക. ഷട്ടിൽ പിക്ക് ചെയ്തു വലതുകാലം വെച്ച് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്യുക. ഷട്ടിൽ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റാൻസ് എന്ന് വെച്ചാൽ വലതുകാല് ഓപ്പണിൻ്റെ കോറിലോട്ടും ഇടതുകാല് സൈഡ് ലൈനിലോട്ടും വെക്കുക. ഈ ഒരു സ്റ്റാൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. എന്നിട്ട് രണ്ട് കൈയും നമ്മൾ ഷട്ടിൽ മുകളിലുള്ള ഷട്ടിൽ കളിക്കുമ്പോൾ നമ്മൾ 2 റിസ്റ്റും ഷോൾഡറിന് മുകളിലായിരിക്കണം ഇരിക്കേണ്ടത്. ഷട്ടിൽ പിടിക്കേണ്ടത് ഷട്ടിലിൻ്റെ കോർക്കിൽ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എൽബോ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റോട്ട് ത്രോ ചെയ്യുക. ത്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എൽബോ ഓപ്പണിൻ്റെ കോർട്ടിലോട്ട് പോയിന്റ് ചെയ്തിരിക്കണം. പിന്നെ കൈ ബെൻഡ് ചെയ്ത കൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം ത്രോ ചെയ്യാൻ. കണ്ടോ? ആദ്യം ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കൈ കൊണ്ട് മേളിലോട്ട് നോക്കുക. നമ്മൾ കളിക്കുമ്പോൾ ഇത് ഷട്ടിലിനെ എയിം ചെയ്യാനാണ് ഈ കൈ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മേളിലോട്ട് നൂർത്തതിന് ശേഷം ഈ കൈ താഴോട്ട് പോകുമ്പോൾ ഈ കൈ മുന്നോട്ട് വരുന്ന രീതിയിൽ ചെയ്യണം. ബെൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, ത്രോ ചെയ്യുക. നിങ്ങൾ കാല് ഒക്കെ പറഞ്ഞു പോകാതെ ടേൺ ചെയ്ത് തന്നെ എറിയാൻ നോക്കുക. നമ്മുടെ ഷോൾഡർ സൈഡ് ലൈനിലോട്ട് വെക്കുക. 2 കൈ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് എറിയുന്നതിൻ്റെ കൂടെ ഷോൾഡർ നമ്മുടെ നെറ്റിൻ്റെ മുമ്പിലോട്ട് പോയിന്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. ഇവിടുന്ന് ആദ്യം ഈ കൈ മുന്നോട്ട് നൂർക്കുക, എൽബോ ഫ്രണ്ടിൽ കൊണ്ടുവരിക, ത്രോ ചെയ്യുക. അതാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ട ആക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്കില്ല്. ഇങ്ങനെ ത്രോ ചെയ്യുക. പിന്നെ എന്നുള്ളത് ഷോൾഡർ സൈഡ് ലൈനിൽ നിന്ന് നമ്മൾ നെറ്റിലോട്ട് പോയിന്റ് ചെയ്ത് വെക്കുക. എല്ലാം ഒരേ കോർഡിനേഷനോട് കൂടി ചെയ്യണം. നമ്മൾ ഈ ഒരു ത്രോയിങ് ആക്ഷനിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നമ്മുടെ ഫോർഹാൻഡ് സൈഡിൽ ഓവർ ഹെഡ് സ്ട്രോക്സുകൾ കളിക്കാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഷട്ടിലിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ച് ഒരു 15 എണ്ണത്തിൻ്റെ ഒരു 3 സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ആൾ അയാളുടെ ഹെൽത്ത്, അയാളുടെ ആരോഗ്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മൾ റെപ്പിറ്റേഷൻ്റെ എണ്ണം കൂട്ടാനും ഷട്ടിലിൻ്റെ എണ്ണം കൂട്ടാനും. ത്രോയിങ് ആക്ഷൻ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന, അതായത് ഫോർഹാൻഡ് സൈഡിൽ തലയ്ക്ക് മുകളിൽ വരുന്ന ഷട്ടിലുകളെ നമ്മൾ കളിക്കാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ അവിടെ കളിക്കുന്ന സ്ട്രോക്സുകളെ സ്മാഷ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോപ്പ്, ടോസ് എന്നീ ബേസിക് സ്ട്രോക്സുകളെല്ലാം നമ്മൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന റാക്കറ്റ് ആക്ഷൻ, കൈയുടെ ആക്ഷനും വളരെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്സിൻ്റെ ക്വാളിറ്റി നല്ലവണ്ണം നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. സ്മാഷിൻ്റെ ആയാലും ഡ്രോപ്പിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ആക്ഷനിൽ നിന്നാണ് ക്വാളിറ്റി ഉണ്ടാകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ഡ്രില്ല് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു നല്ല ദിവസം നേരുന്നു.